ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അനുശ്രീ എല്ലാവരോടുമായിട്ട് പറയാണ്, ആര്യൻ ചേട്ടാ, ഇവൻ ആരുടെ കൂടെ പോയാലും എനിക്ക് ഒരു പ്രശ്നമില്ല. ഇനി ആരെങ്കിലും കല്യാണം കഴിച്ചാലും അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് പറയാം. അത് കേൾക്കുന്ന ഗോമതി മുന്നിലേക്ക് കയറി നിൽക്കുക. നിനക്കെന്താടി ഭ്രാന്തായോ ഇവനോടുള്ള സ്നേഹമൂത്ത് എന്ന് ചോദിക്കുക. ഭർത്താവ് എന്ത് തോന്നിവാസം ചെയ്താലും അതിനെല്ലാം ഒരു കുഴപ്പമില്ലെന്ന് പറയുന്ന ഒരു തരം താഴ്ന്ന ഭാര്യയായി മാറിയോ നീ എന്ന് ചോദിക്കുകയാണ്. അപ്പം നന്ദിനിയും ചോദിക്കും, മോളെ അനു, നീ എന്താ പറയുന്നത്? നിന്റെ ഭർത്താവല്ലേ അലോക എന്ന് ചോദിക്കുക. ഭർത്താവോ? ഇവനോ എന്നപ്പം അനുശ്രീ ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന രാജശ്രീ പറയും, മോളെ നീ എന്താ ഇങ്ങനെ? ഇവൻ എൻ്റെ ഭർത്താവും അല്ല, ഞാൻ ഇവൻ്റെ ഭാര്യയല്ല എന്ന് അനുശ്രീ അപ്പം പറയും കേട്ടോ. താലി കെട്ടിയ ഭർത്താവിനെ ഇങ്ങനെ തള്ളി പറയാൻ എങ്ങനെ സാധിക്കുന്നു മോളെ എന്ന് രാജശ്രീ പറയാം. അതിന് ഇവൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയാലല്ലേ എന്ന് അപ്പം അനു എല്ലാവരോടുമായിട്ട് ചോദിക്കുക. കേൾക്കുമ്പോൾ അലോക് പറയും, അങ്ങനെ തന്നെ എല്ലാവരോടും എല്ലാ സത്യങ്ങളും വിളിച്ച് പറയടി. ഞാൻ നിന്നെ താലി കെട്ടിയിട്ടില്ലെന്നും നീ എൻ്റെ ഭാര്യയല്ല എന്നുള്ള സത്യം എല്ലാവരോടും പറ. നീ എങ്ങനെയാ എൻ്റെ തലയിൽ വന്ന് പെട്ടതെന്ന് എല്ലാവരെയും അങ്ങോട്ട് ബോധ്യപ്പെടുത്ത് എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും അനുശ്രീയാണെങ്കിൽ ദേഷ്യത്തോടെ അലോകിനെ നോക്കും. നിനക്കെന്താ വിഷമമുണ്ടോ അത് പറയാൻ? നീയൊന്ന് പോടാ, എനിക്കെന്തിനാ വിഷമം? നീ എൻ്റെ ആരുമല്ല എന്ന് പറയാനേ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നീയുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നെങ്കിലാ എനിക്ക് സങ്കടം വരത്തുള്ളൂ എന്ന് അനു പറയാം. അത് കേൾക്കുമ്പം ചോദിക്കും, എന്തൊക്കെയാണ് നീ ഈ വിളിച്ചു കൂവി പറയുന്നത്? നിനക്കെന്താ വെളിവ് നഷ്ടപ്പെട്ടോ? അമ്മേ, ഒരു പെണ്ണിന്റെ കഴുത്തിൽ അവളുടെ സമ്മതത്തോടെ ഒരു പുരുഷൻ താലി കെട്ടുമ്പോഴാ അവന് അവളുടെ ഭർത്താവാകുന്നത്, അങ്ങനെയല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇവളെന്താ ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുകയാണ് കേട്ടോ. എന്താ സംഭവം എന്നറിയില്ലല്ലോ. മീനുവും ഇത്രയും പരസ്പരം നോക്കുക, അവർക്ക് സത്യങ്ങളൊക്കെ അറിയാലോ. ഞങ്ങളുടെ കല്യാണം നടന്നിട്ടില്ല, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുമില്ല, പിന്നെ എങ്ങനെ ഇവനെൻ്റെ ഭർത്താവാകും എന്ന് അനുശ്രീ ചോദിക്കുകയാണ്. അനന്തൻ മുന്നിലേക്ക് കയറി നിൽക്കുക. എന്നിട്ട് പറയും, മോളെ അനു, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇത്രയും ദിവസം എല്ലാവരും വിശ്വസിച്ച ഒരു കാര്യം കള്ളവാണെന്നാ നീ ഈ പറയുന്നത് എന്ന് അനന്തൻ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ അനുശ്രീ പറയും, അതെ അറിയാം ആനന്ദനങ്ങൾ, പക്ഷെ എന്ത് ചെയ്യാനാ, ഇതാ സത്യം. സത്യം സത്യമല്ലാതെ ആകുന്നില്ലല്ലോ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോഴത്തേക്കും ഇന്ദ്രമ്മൻ പറയും, മോളെ നീ എന്തൊക്കെയാ ഈ വിളിച്ച് പറയുന്നത്? താലിയെ തള്ളി പറയുക എന്നൊക്കെ പറഞ്ഞാൽ അത് എത്ര വലിയ തെറ്റാണെന്ന് അറിയാവോ അമ്മുമ്മേ? അതിന് ഈ താലിയൊക്കെ ഒരു പവിത്രത വേണ്ടേ? ഇവനെൻ്റെ കഴുത്തിൽ പ്രണയത്തോടെ കെട്ടിത്തന്ന താലിയൊന്നും അല്ലല്ലോ ഇത് എന്ന് ചോദിക്കാം. അപ്പോൾ ഗോമതി ചോദിക്കും, എന്താ സംഭവിച്ചത്? നീ എന്തൊക്കെ തോന്നിവാസങ്ങളെ ഈ വിളിച്ചു പറയുന്നത്? നീ ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോയതല്ലേ? എൻ്റെ കല്യാണത്തലേന്ന് ഇവൻ എന്നെ കൂട്ടിക്കൊണ്ട് പോയത് എന്തിനാണെന്നറിയാവോ? ഒരു ദിവസം മുഴുവനും ഇവൻ്റെ കൂടെ എന്നെ താമസിപ്പിക്കാനാ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെ എന്നെ കൊണ്ട് ഒരു ദയയുടെ പേരിൽ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കാനായിട്ട്. എന്നിട്ട് എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു ഇവൻ നടത്തിയത്? എൻ്റെ കല്യാണം മുടക്കി എൻ്റെ അച്ഛനെയും ചേട്ടന്മാരെയും കുടുംബത്തെയും മുഴുവനും എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്താൻ മാത്രമാണ് ഇവൻ ശ്രമിച്ചത് എന്ന് വിളിച്ചു പറയണം കേട്ടോ. കേൾക്കുന്ന മീനുവിന് ചിരി വരണം കേട്ടോ. എല്ലാ സത്യങ്ങളും വിളിച്ചു പറയട്ടെ. ഇനിയും അനുശ്രീ അവിടെ താമസിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് മീനുവിൻ്റെ മനസ്സിൽ പറയുകയാണേ. ഇതേ സമയം ധർമ്മനും ശ്രദ്ധിച്ച് കേൾക്കുക എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. സുകന്യയ്ക്ക് നല്ല പേടി തോന്നുന്നുണ്ടേ. സുകന്യയുടെ പേരും അനുശ്രീ വിളിച്ചു പറയോ എന്നുള്ളൊരു ഭയം തോന്നുന്നുണ്ട്. അതിനുശേഷം അനു അവിടെ നടന്ന സകല കാര്യങ്ങളും വിളിച്ചു പറയാണ്. തട്ടിക്കൊണ്ടു പോയതും വീട്ടിൽ വന്ന് അവൻ ഒരു തെറ്റും ചെയ്യാത്തതുപോലെ എല്ലാവരുടെ മുന്നിൽ ആളായി സംസാരിച്ചതും ആ ദേഷ്യത്തിന് തൻ്റെ കുടുംബത്തിൻ്റെ മാനം രക്ഷപ്പെടുത്താനായിട്ട് അനുശ്രീ ആ താലിയെടുത്ത് സ്വയം തൻ്റെ കഴുത്തിൽ ചാർത്തിയതും തുടങ്ങി സകല കാര്യങ്ങളും വിളിച്ചു പറയാം. അലോകാണെങ്കിൽ ഇതൊക്കെ കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. സത്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞല്ലോ. ഈ ഒഴിയാബാധ എൻ്റെ തലയിൽ നിന്ന് എന്നേക്കുമായി പോയല്ലോ എന്നൊക്കെയുള്ള സന്തോഷമാണ് അലോകിന്. ഇതേ സമയം ഇന്ദ്രമ്മ പറയും, മോളെ എനിക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല, ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുക. അമ്മമ്മേ, ഞാൻ എന്തിന് കള്ളം പറയണം? ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ഇവനും ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അന്നത്തെ രാത്രി നടന്നത് ഇതാണ്, അല്ലാതെ അന്ന് മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയാം. അതിനുശേഷം അനുശ്രീ തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി ഉയർത്തി എല്ലാവരെയും കാണിക്കുക. ഈ താലി ഒരു കള്ളവാ അമ്മമ്മേ, ഈ താലി അലോക് എൻ്റെ കഴുത്തിൽ കെട്ടിയതല്ല, ഞാൻ സ്വയം എൻ്റെ കഴുത്തിൽ രക്ഷപ്പെടാനായിട്ട് കെട്ടിയതാ എന്ന് പറയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുക ആര്യൻ. അലോകിനോടുള്ള പ്രതികാരം തീർക്കാൻ ഞാൻ എൻ്റെ സ്വയം കഴുത്തിൽ കെട്ടിയ താലിയ ഇത് എന്ന് പറയാം. അപ്പം അനന്തൻ ചോദിക്കും, അലോകെ, ഈ അനുശ്രീ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അലോകാണ് ഒന്നും മിണ്ടാതെ നിൽക്കുക. അലോകെ,
ഇവള് പറയുന്നതൊക്കെ സത്യമാണോ എടാ എന്ന് അച്യുതനും ചോദിക്കുക. അതെ, എങ്ങനെയെങ്കിലും ഇവളുടെ കല്യാണം ഒന്ന് മുടക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവള് വേതാളം തൂങ്ങുന്നത് പോലെ എൻ്റെ കഴുത്തിലേക്ക് തൂങ്ങി നാശം പിടിക്കാനായിട്ട്, എൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് നോക്കി. ഇവളായിട്ടിപ്പം സകല സത്യങ്ങളും എല്ലാവരോടും വിളിച്ചു പറഞ്ഞല്ലോ. ഇവനെ പോലൊരു വൃത്തികെട്ടവനെ ഭർത്താവായി സ്വീകരിക്കാൻ മാത്രം ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് അധപ്പതിച്ചിട്ടില്ല എന്ന് അനുശ്രീ അപ്പം വിളിച്ചു പറയാം. ഇവനെ ആർക്കു വേണം? ഇവന് ആരുടെ കൂടെ വേണമെങ്കിലും പൊക്കോട്ടെ, എനിക്കെന്താ? അതൊന്നും എന്നെ ഒരു രീതിയിലും ബാധിക്കുന്ന കാര്യമില്ല. അതിൻ്റെ പേരിൽ അടിയും വഴക്കും ഉണ്ടാക്കി എൻ്റെ ആരും ചേട്ടൻ ജയിലിൽ പോകാൻ പാടില്ല. ഏട്ടനൊരു ജീവിതമുണ്ട്, ഏട്ടനെ ആശ്രയിച്ച് ഒരു പെൺകുട്ടിയുണ്ട് എന്ന് അനുശ്രീ പറയാം. ആരും ചേട്ടൻ സന്തോഷമായിട്ട് ജീവിക്കണം, സുഖമായിട്ടിരിക്കണം, അതുമാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എൻ്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്കും ക്ഷേമത്തിനും വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് അനുശ്രീ പറയാണ് കേട്ടോ. അപ്പോൾ ഗോമതി തല കുനിച്ച് നിൽക്കുകയാണ്. തനിക്കിതൊന്നും വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. അപ്പം ധർമ്മം മനസ്സിൽ പറയാം, അനുശ്രീ അപ്പം തെറ്റുകാരി ആയിരുന്നില്ലല്ലേ? ഇത്രയും നാളും കണ്ടതും കേട്ടതും വിശ്വസിച്ച് ഒരു പെൺകുട്ടിയെ മറ്റെല്ലാവരും കൂടി വേദനിപ്പിച്ചു. മനസ്സുകൊണ്ട് ഞാൻ എത്രമാത്രം അവളെ ശപിച്ചിട്ടുണ്ട് എന്ന് ധർമ്മം മനസ്സിൽ പറയാണ് കേട്ടോ. അനുവിനി എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ എല്ലാവരും അനുശ്രീയെ തന്നെ നോക്കി നിൽക്കുക. ഇതേ സമയം നമ്മുടെ അനു ആണെങ്കിൽ ആ താലി പിടിച്ച് വലിച്ചു പൊട്ടിക്കാനായിട്ട് നോക്കുക. മോളെ നീ വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദിരാമ്മ അനുവിനെ കൂട്ടിക്കൊണ്ട് കൃഷ്ണമംഗലത്തേക്ക് പോകാനായിട്ട് തുടങ്ങുക. അപ്പം അനുവാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഗോമതിയെ തന്നെ നോക്കി നിൽക്കുക. മോളെ നീ വന്നേ, നീ വീട്ടിലേക്ക് വന്നേ എന്നും പറഞ്ഞ് ഇന്ദിരാമ്മ വലിച്ചുകൊണ്ട് അവളെ കൃഷ്ണമംഗലത്തേക്ക് കൊണ്ടുപോവാണ്. സമയം കൃഷ്ണമംഗലത്തേക്ക് ഓരോരുത്തരായിട്ട് പോവാം. അനന്തരാണെങ്കിൽ അലോകിനോട് പറയും, അലോകെ ഇനി ഒരു സംസാരം വേണ്ട, നീ വീട്ടിലേക്ക് വാ, അവിടെ പോയി സംസാരിക്കാം എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം അവസാനമായിട്ടാണ് ധർമ്മം പോകുന്നത്. ധർമ്മം ഗോമതി തന്നെ നോക്കുക. ഗോമതിയും ഒരക്ഷരം ധർമ്മനോട് പറയുന്നില്ല. ദേവമംഗലത്തുള്ളവർ അവരുടെ വീട്ടിലേക്കും കയറി പോവാണ്. കൃഷ്ണമംഗലത്ത് എത്തിക്കഴിയുമ്പം ഇന്ദിരാമ്മ പറയും, മോളെ നീ പറഞ്ഞതൊന്നും എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഒരു പെൺകുട്ടി സ്വന്തം താലിയെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയുമോ എന്ന് ചോദിക്കുക. ഇത് സത്യം തന്നെയാണോ? അതേ അമ്മമ്മേ, ഞാൻ എന്തിന് കള്ളം പറയണം? ഇവനെ പോലെ ഒരുത്തനെ എനിക്ക് ഭർത്താവായിട്ട് ഒരാവശ്യമില്ല എന്ന് പറയാം. അത് കേൾക്കുന്ന അച്യുതൻ പറയും, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ചേട്ടാ, അലോകിന്റെ തലയിൽ ഇവള് മനഃപൂർവ്വം സാമ്പാർ ഒഴിച്ചതാ അവനോട് പ്രതികാരം വീട്ടാൻ. അത് കേൾക്കുന്ന രാജശ്രീ വന്ന് അനുവിനോട് ചോദിക്കും, ഞാൻ ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോടി? എൻ്റെ മകനെ നീ വേദനിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തു കൂട്ടിയതാണോ ഇവിടെ നടത്തിയ കോപ്രായങ്ങളൊക്കെ എന്ന് ചോദിക്കാം. അപ്പം അനു മിണ്ടാതെ നിൽക്കും. അത് കേൾക്കുമ്പോൾ അനന്തം പറയും, രാജശ്രീ അവളോട് ദേഷ്യപ്പെടരുത്, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്തായാലും ഭാര്യയും ഭർത്താവുമായിട്ട് ഇത്ര ദിവസം അഭിനയിച്ചു, ഇനിയിപ്പം ഈ ബന്ധം നമുക്ക് നിയമപരമായിട്ട് തന്നെ ഒന്ന് ഉറപ്പിക്കാം. നിങ്ങൾ പരസ്പരം കല്യാണം കഴിക്കുക, അതല്ലേ നല്ലത്. വലിയ ആർഭാടമൊന്നും ഇല്ലെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ചെറിയ രീതിയിലെങ്കിലും നമുക്ക് നടത്താം എന്ന് പറയാം. അപ്പം ഇന്ദിരാമ്മ പറയും, അത് തന്നെയാണ് ശരി, ഞാൻ ബാലനോട് സംസാരിക്കാം എന്ന് പറയാണേ. അത് കേൾക്കുമ്പോൾ നന്ദിനിയും അതിനെ അനുകൂലിക്കുകയാണ്. മോളെ നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് വെച്ച് പറ. അനന്തേട്ടാ, ഇവരെ നമ്മൾ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. ഇവർ രണ്ടുപേരും പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീയോ, അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർ പറയട്ടെ, അവരുടെ ജീവിതത്തിൻ്റെ തീരുമാനം അവർ തന്നെ എടുക്കട്ടെ എന്ന് പറയാണ്. അത് കേൾക്കുന്ന അലോക് പറയും, തീരുമാനം ഇവളെ പോലെ ഒരുത്തിയ ഭാര്യയായിട്ട് എനിക്ക് ഒരിക്കലും വേണ്ട എന്ന് അലോക് തീർത്തു പറയാം. ഇതേസമയം ദേവമംഗലത്തും എല്ലാവരും ചർച്ചയിലാണ് കേട്ടോ. ആരും പറയും, ഇനി ഒരു നിമിഷം പോലും നമ്മുടെ അനുവിനെ കൃഷ്ണമംഗലത്ത് നിർത്താൻ പാടില്ല, അവളെ ഇപ്പം തന്നെ നമുക്ക് പോയി കൂട്ടിക്കൊണ്ട് വരാം. ആകാശേട്ടാ, ആനന്ദേട്ടാ, നിങ്ങൾ എന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? നിങ്ങൾ എന്താ ഒന്നും പറയാത്തത് എന്ന് ആരും ചോദിക്കുക. പെട്ടെന്ന് ആകാശും ആനന്ദും ചാടി എഴുന്നേൽക്കുക. എന്നിട്ട് പറയും, ബാ ഇപ്പം തന്നെ പോയി നമുക്ക് അവളെ കൂട്ടിക്കൊണ്ട് വരാം. അമ്മ എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ആനന്ദ് ചോദിക്കുക. ബാ നമുക്ക് അവരെ വിളിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞ് പോകാനായിട്ട് തുടങ്ങും. സമയം ഗോമതി മുന്നിലേക്ക് കയറി നിൽക്കുക. എടാ അങ്ങോട്ട് പോകാൻ വരട്ടെ, നമുക്ക് സാവകാശം എന്താ വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറയാം. അമ്മ എന്താ ഈ പറയുന്നത്? നമ്മുടെ അനുമോളുടെ ജീവിതമാണ്, അവക്കിനി അവിടെ സന്തോഷത്തോടെ നിൽക്കാൻ പറ്റുമോ നമുക്ക് തോന്നുന്നുണ്ടോ എന്ന് ആനന്ദ് ചോദിക്കുക. ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ അനുവിനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഞങ്ങൾ കേൾക്കാം എന്ന് ആനന്ദ് തീർത്തു പറയാം. എടാ എന്തൊക്കെയാ അവൾ ഈ പറഞ്ഞ് വിളിച്ചു കൂവിയത്? അവൾ പറഞ്ഞതൊന്നും എനിക്കിപ്പോഴും ശരിക്കും മനസ്സിലായിട്ടില്ല. കിട്ടിയത് കള്ളത്തരമാണെന്നൊക്കെ അവൾ പറയുക. പിന്നെ എന്തിനാ അവൾ ആദ്യം അങ്ങനെ നമ്മളോട് നോണ പറഞ്ഞത്? ആദ്യം തന്നെ കല്യാണം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവളെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമായിരുന്നോ എന്ന് ചോദിക്കുക. അമ്മേ, അനുവിനെ ഭീഷണിപ്പെടുത്തി അവൻ അങ്ങനെ പറയിപ്പിച്ചതാ. അമ്മയ്ക്ക് ഇതുവരെയും കാര്യങ്ങളൊന്നും ബോധ്യപ്പെട്ടില്ലേ എന്ന് ആരും ചോദിക്കുക. പക്ഷേ അനു ഇപ്പോൾ പറയുന്നത് സത്യമാ. അമ്മേ, കല്യാണം നടക്കാതെ തന്നെ അനുവിനെ അവൻ ഇത്രമാത്രം ടോർച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ
ഇനി യഥാർത്ഥത്തിൽ എന്തായിരിക്കും അവളുടെ അവസ്ഥ? ഇനി യഥാർത്ഥത്തിൽ കല്യാണം നടന്നാൽ അവളുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ആനന്ദൻ ചോദിക്കുക. അമ്മേ, എൻ്റെ മുന്നിൽ വെച്ച് അനുമോളെ എത്ര തവണ അവൻ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ? അവളെ തരം താഴ്ത്തി പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാവോ? അത് കേൾക്കുന്ന ആകാശം പറയും, അലോക് അവൻ ഇഷ്ടമുള്ള പെണ്ണിൻ്റെ കൂടെ പോട്ടെ, നമുക്കെന്താ? പക്ഷേ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യവുമല്ല. പക്ഷേ അവിടെ നമ്മുടെ അനുമോളുണ്ട്. അവൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് കൃഷ്ണമംഗലത്ത് ഇനി അവളെ നിർത്തിയ അമ്മേ, അവളുടെ ഭാവി എന്താകുമെന്ന് അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. എടാ, നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ ബാലേട്ടനോട് ഞാൻ എന്തു പറയും എന്ന് ഗോമതി ചോദിക്കുക. നടന്ന കാര്യങ്ങളൊക്കെ അച്ഛനോട് അതേപോലെ തന്നെ പറയുക. ഞങ്ങൾ അനുവിനെ കൂട്ടിക്കൊണ്ട് പോവാം. എടാ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക് എന്ന് ഗോമതി വീണ്ടും പറയാം. ബാലേട്ടൻ്റെ എടുത്തുചാട്ട സ്വഭാവമൊക്കെ നിങ്ങൾക്കും അറിയാലോ. ബാലേട്ടൻ ഇതൊന്നും ഇഷ്ടപ്പെടില്ല. അനുവിനെ നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ബാലേട്ടൻ അംഗീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അവളെ തിരിച്ച് കൃഷ്ണമംഗലത്തേക്ക് തന്നെ കൊണ്ടാക്കാൻ ബാലേട്ടൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കാം. ആകാശപ്പ പറയും, അമ്മേ, നമുക്ക് ആദ്യം അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അച്ഛൻ എതിർത്ത എന്ത് ചെയ്യുമെന്ന് അപ്പം നോക്കാം എന്ന് പറയാം. അനുക്കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ബാലേട്ടൻ എന്ന് കോമതി മടിച്ചു നിൽക്കാം. അമ്മേ, സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പം അച്ഛൻ എതിർക്കില്ലെന്നേ എന്ന് ആരിനും പറയാം. കാരണം ബാലേട്ടൻ അനുഭവിച്ച അപമാനം അത്ര വേഗമൊന്നും ബാലേട്ടൻ മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. അമ്മേ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ എന്ന് ആകാശ് പറയാം. അനു പറയുന്നതൊക്കെ സത്യങ്ങളാണെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല എന്ന് ഗോമതി പറയാം. ആരിനും അലോകും തമ്മിൽ തല്ലാതിരിക്കാൻ അവൾ കള്ളം പറഞ്ഞതാണെങ്കിലോ, ആ സന്ദർഭം ഒന്ന് ലഘൂകരിക്കാനായിട്ട് പറഞ്ഞതാണെങ്കിലോ എന്ന് ചോദിക്കാം. പെട്ടെന്ന് മിത്രയും മീനാക്ഷിയും പരസ്പരം നോക്കുക. അപ്പം മീനു പറയും, നമുക്ക് പറഞ്ഞാലോ സത്യങ്ങളൊക്കെ എന്ന് ചോദിക്കാം. പിന്നെയും ഗോമതി പറയാം, അല്ലെങ്കിൽ തന്നെ അവൾ പറയുന്നതൊക്കെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ജീവനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതമാണെന്ന് അവൾ നമ്മളോട് പറഞ്ഞതല്ലേ, എന്നിട്ട് എന്തായി? അവസാനം അവളുടെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയി. അന്ന് തൊട്ടേ അവളിലുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടതാ. പെട്ടെന്ന് മീനു പറയും, അമ്മേ, അനു കള്ളം പറഞ്ഞതല്ല എന്ന് പറയാം. മീനു, അതെങ്ങനെ നിനക്ക് ഉറപ്പ് പറയാൻ പറ്റും? അമ്മേ, അത് ഞാനൊരു കാര്യം പറയാം എന്ന് ഗോമതി പറയാം. ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം ണമെങ്കിലും ആദ്യം ബാലേട്ടൻ ഇങ്ങോട്ടൊന്ന് വരട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് ഗോമതി എല്ലാവരോടുമായിട്ട് തീർത്ത് പറയാം. അപ്പം ആനന്ദ് പെട്ടെന്ന് ചോദിക്കും, അമ്മ അച്ഛനോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞോ? ഇല്ല, ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഗോമതി പറയും. ബാലേട്ടനോട് ഞാൻ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, പെട്ടെന്ന് വീട്ടിലേക്ക് വരണം, ഒരത്യാവശ്യം ഉണ്ടെന്ന്, അല്ലാതെ മറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് ബാലൻ ദേവമംഗലത്തേക്ക് കയറി വരികയാണ് കേട്ടോ. ബാലനെ കാണുമ്പം എല്ലാവരും ഇനിയെങ്കിലും കാര്യങ്ങൾ ബാലനോട് പറയാം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. എന്താ ഗോമതി, എന്താ അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് വരണമെന്ന് താൻ എന്നോട് പറഞ്ഞത് എന്ന് ചോദിക്കുക. അത് ബാലേട്ട, പറയാൻ പോകുന്ന കാര്യം കേട്ട് ബാലേട്ടൻ ദേഷ്യപ്പെടരുത് എന്ന് ചോദിക്കുക. ആരും പറയും, എൻ്റെ പൊന്നമ്മേ, ഇങ്ങനെ വളച്ചു കെട്ടി പറയാതെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛനോട് തുറന്നങ്ങോട്ട് പറ എന്ന് ആരും ഗോമതിയെ നിർബന്ധിക്കും കേട്ടോ. അപ്പം ആനന്ദ് പറയും, അതെ അമ്മ നേരിട്ട് തുറന്നു പറ, എന്താ കാര്യം എന്ന് അപ്പം ബാലൻ ചോദിക്കും. അത് അച്ഛാ, ഞാൻ ഏടത്തെ ഓഫീസിലാകാൻ പോകുന്ന സമയം ആലോകിനെ കണ്ടിരുന്നു എന്ന് ആരും പറയാം. അപ്പം അവൻ്റെ കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു എന്ന് പറയാം. പറഞ്ഞതിന് ബാക്കിയായിട്ട് ആനന്ദും ബാക്കി കാര്യങ്ങളൊക്കെ ബാലനെ ബോധിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആര്യൻ തിരിച്ചു വന്നപ്പം അലോകിനോട് ഇക്കാര്യം ചോദിച്ചു എന്ന് പറയണം. ചോദിക്കുകയോ? അലോക് ഇവനെ വെല്ലുവിളിച്ചു എന്ന് ആകാശം അപ്പം ബാക്കിയായിട്ട് പറയാം. അവൻ ഇഷ്ടമുള്ള പെൺകുട്ടികളുടെ കൂടെ പോകും, അതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാ എന്ന് ചോദിച്ചു. അനുവിനെ കുറ്റപ്പെടുത്തി കുറേ സംസാരിച്ചു. അതോട് കേട്ടപ്പം ഇവന് ദേഷ്യം വന്നു. ഇവൻ അലോകിനെ അടിക്കാനായിട്ട് കൈ ഓങ്ങി, അതിനിടയിൽ അനു വന്ന് കയറി എന്ന് ആകാശ് പറയാം. അതിന് എന്ന് ബാലൻ ചോദിക്കും. അവൾക്ക് വേണ്ടി ആരും തല്ലണ്ട എന്നും അലോകിൻ്റെയും അവളുടെയും കല്യാണം നടന്നിട്ടില്ല എന്നും ആ താലി സ്വയം അവൾ കഴുത്തിൽ കെട്ടിയതാണെന്നും അനു എല്ലാവരോടും വിളിച്ചു പറഞ്ഞു. ബാലേട്ട, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ഗോമതിയും പറയാം. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് അലോകിനെ ആര്യനും പരസ്പരം തല്ലാതിരിക്കാൻ അവൾ അങ്ങനെ പറഞ്ഞതാണെന്നാ തോന്നുന്നത് എന്ന് പറയും. പെട്ടെന്ന് മീനു പറയും, അല്ല അമ്മേ, അനു കള്ളം പറഞ്ഞതല്ല, അവൾ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് മീനു തീർത്തു പറയാം. മീനു കൂടി പറയുമ്പോൾ ബാലൻ അപ്പം മിത്രയും ചോദിക്കും, അനുവിൻ്റെയും അലോകിൻ്റെയും വിവാഹം നടന്നിട്ടില്ല, അത് സത്യം തന്നെയാ എന്ന് പറയാം. നിങ്ങൾക്കൊക്കെ അപ്പം അത് അറിയുമോ? ആ താലി അലോക് കിട്ടിയതല്ല, അനു സ്വയം അവളുടെ കഴുത്തിൽ ഇട്ടതാ എന്ന് മീനു വീണ്ടും പറയാം. ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്കറിയാം എന്ന് ചോദിക്കാം. എല്ലാം ഞങ്ങൾക്കറിയായിരുന്നു എന്ന് മിത്ര അപ്പം പറയും. എല്ലാം നിങ്ങൾക്കറിയായിരുന്നെന്നോ എന്ന് ഗോമതി ചോദിക്കാം. മിത്രേ, താനിപ്പോൾ എന്താ പറഞ്ഞേ എന്ന് ആര്യനും ചോദിക്കാം. തനിക്കെല്ലാം അറിയാമായിരുന്നെന്നോ? എല്ലാ സത്യങ്ങളും അനു ഞങ്ങളോട് പറഞ്ഞിരുന്നു എന്ന് മീനു അപ്പം പറയും. നിങ്ങളെല്ലാ
സത്യങ്ങളും അറിഞ്ഞു വെച്ചിട്ടാണോ അവളെ അവിടെ ജീവിക്കാൻ അനുവദിച്ചത്? അതെങ്ങനെ? അവൾ കൃഷ്ണമംഗലത്തേക്ക് പോയതിനു ശേഷം നിങ്ങൾ അവളെ കണ്ടിട്ടില്ലല്ലോ എന്ന് ഗോമതി വീണ്ടും ചോദിക്കുക. പിന്നെ എപ്പോഴാ അവൾ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുക. സത്യം പറ എന്ന് വീണ്ടും പറയാ. ചോദിച്ചത് കേട്ടില്ലേ എന്ന് ബാലനും പറയാ. ഒരു സമയത്ത് അലോകിനെ അവൾ സ്നേഹിച്ചിരുന്നു. പക്ഷെ പിന്നീട് അവൻ ഫ്രോഡാണെന്ന് മനസ്സിലാക്കിയ ശേഷം അവളായിട്ട് തന്നെ ആ ബന്ധം ഉപേക്ഷിച്ചതാ എന്ന് മീനു എല്ലാവരോടുമായിട്ട് പറയണം. എല്ലാവരും ആകാംക്ഷയോടെ കേട്ടു നിൽക്കുക. ായിട്ടുള്ള കല്യാണത്തിന് അവൾക്ക് 100% സമ്മതമായിരുന്നു. അവൾ അക്കാര്യം ഞങ്ങളോട് തുറന്നു പറഞ്ഞതുവാ. അക്കാര്യം ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്ന് പറയാം. നിങ്ങളൊക്കെ കരുതുന്ന പോലെ അനു ഒരിക്കലും ജീവനെ ചതിച്ചിട്ടില്ല എന്ന് മിത്ര പറയാം. കല്യാണത്തിന് മുൻപ് തന്നെ അവൾക്ക് ഒരാളോട് പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ള സത്യം ജീവനോട് അവൾ തുറന്നും പറഞ്ഞിരുന്നു. അപ്പം ഗോമതി ചോദിക്കും, ശരി, ജീവനോട് അവൾ എല്ലാം തുറന്നു പറഞ്ഞു, എന്നിട്ട് അവൾ എന്താ ചെയ്തത്? കല്യാണം കഴിച്ചത് ആരെയാ? ജീവനെയാണോ? അമ്മേ, അത് തന്നെയായിരുന്നു ഞങ്ങളുടെ സംശയം എന്ന് മീനു അപ്പം പറയാണ്. ഞങ്ങൾക്കും ഇതേ സംശയം ഉണ്ടായിരുന്നു എന്ന് എല്ലാവരോടുമായിട്ട് മിത്രയും പറയാം. അലോകുമായിട്ട് എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച അനു പിന്നെ എന്തിനാ അലോകിനെ താലി കെട്ടാൻ വേണ്ടി നിന്ന് കൊടുത്തതെന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടായി. അവളെന്ന് അവിടെ വന്ന് പറഞ്ഞതെല്ലാം കള്ളവാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അലോക് എന്തോ പറഞ്ഞ് അനുവിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത ഈ കല്യാണം നടത്തിയതെന്ന് ആര്യനും സംശയിച്ചിരുന്നു. ആര്യന് ആ കാര്യം പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുമുണ്ട് എന്ന് ചോദിക്കാം. അപ്പം എല്ലാവരും ആര്യനെ ശ്രദ്ധിക്കുകയാണ്. എനിക്കും മീനു ചേച്ചിക്കും അതേ സംശയം ഉണ്ടായി എന്ന് മിത്ര പറയാം. ഞങ്ങൾ അതിൻ്റെ സത്യം അറിയാനായിട്ട് തീരുമാനിച്ചു. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത് എന്ന് ബാലൻ ചോദിക്കാം. അനുശ്രീയെ കൊണ്ട് ക്ഷേത്രത്തിലേക്ക് വരാൻ മാമനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അതുപ്രകാരം മാമൻ അതുപോലെ തന്നെ ചെയ്തു. അവിടെ വെച്ച എല്ലാ കാര്യങ്ങളും അനു ഞങ്ങളോട് തുറന്നു പറഞ്ഞത് എന്നും പറഞ്ഞ് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം എല്ലാവരോടുമായിട്ട് വിശദീകരിക്കുക. സത്യം വാങ്ങിയതും ഒക്കെ പറയാം. അപ്പോൾ ഗോമതി ചോദിക്കും, നിങ്ങൾ ചെയ്തത് വളരെ വലിയ തെറ്റായിപ്പോയി. ഇക്കാര്യം ഇവിടെ ആരോടും നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ആരോടെങ്കിലും ഇക്കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാകുമായിരുന്നോ? അമ്മ മനഃപൂർവ്വം പറയാതിരുന്നതാ. അവള് ഞങ്ങളോട് സത്യം വാങ്ങിച്ചിരുന്നു, ഇക്കാര്യങ്ങളൊന്നും ആരോടും പറയരുതെന്ന്. അതുകൊണ്ടാ പറയാതിരുന്നത് എന്ന് ചോദിക്കുക. ആകാശ് പറയും, മീനു, എല്ലാ കാര്യത്തിലും വലിയ പുരോഗമനം പറയുന്ന നിനക്ക് ഇക്കാര്യത്തിലുള്ള സത്യങ്ങളൊന്നും പാലിക്കാനുള്ളതല്ല എന്ന ബോധ്യമില്ലേ എന്ന് ചോദിക്കാം. ആകാശെ, അനു എൻ്റെ മിത്രയും കൂടി സഹോദരിയാ. ഞങ്ങളെ രണ്ടുപേരെയും വിശ്വസിച്ച നടന്നതെല്ലാം ഞങ്ങളോട് അവൾ തുറന്നു പറഞ്ഞത്. ആ വിശ്വാസം ഞങ്ങൾ കാത്തു സൂക്ഷിക്കണ്ടേ എന്ന് ചോദിക്കാം. ആ വിശ്വാസം തകർക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാ. അതുമാത്രമല്ല, അനു ചിലതൊക്കെ മനസ്സിൽ കണ്ടിരുന്നു. അതൊക്കെ നടപ്പിലാക്കാൻ കൂടി വേണ്ടിയാ അവൾ കൃഷ്ണമംഗലത്ത് നിന്നത് എന്നാ എന്നോട് പറഞ്ഞത് എന്ന് മീനു പറയും. അവളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം അവൾ തന്നെ എല്ലാ സത്യങ്ങളും എല്ലാവരോടും വെളിപ്പെടുത്തുമെന്നും അതുവരെ ഒന്നും ആരും അറിയരുതെന്നും അവൾ നിർബന്ധം പിടിച്ചപ്പം ഞങ്ങൾ അതിന് വഴങ്ങിക്കൊടുത്തു. മീനു, മിത്ര എന്ന ഗോമതി വിളിക്കുക. നിങ്ങൾ ഈ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് നിങ്ങൾക്കറിയാവോ എന്ന് ഗോമതി ചോദിക്കുക. ഇനി എന്തൊക്കെ ന്യായം പറഞ്ഞാലും നിങ്ങളുടെ ഈ പ്രവൃത്തി ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. നിങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാ. ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തായാലും നിങ്ങൾ ചെയ്തത് തെറ്റായി പോയി എന്ന് പറയാ. ഗോമതി എന്ന് പറഞ്ഞ് പെട്ടെന്ന് ബാലൻ ഗോമതിയെ തടയും. നിർത്ത്, മതി പറഞ്ഞത് എന്ന് പറയാണ്. അച്ഛൻ്റെ തീരുമാനം എന്താ എന്നുള്ള രീതിയിൽ മക്കളെല്ലാവരും ബാലനെ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. അപ്പം ബാലനാണെങ്കിൽ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ. എന്താ ബാലേട്ടൻ ചിന്തിച്ചു കൂട്ടുന്നത് എന്നുള്ള രീതിയിൽ ഗോമതിയും ബാലനെ സൂക്ഷിച്ചു നോക്കുക. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി തന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.